കർണാടക രാഷ്ട്രീയത്തിൽ പുതിയ കോളിളക്കം സൃഷ്ടിക്കാൻ പോകുന്ന സുപ്രധാന നീക്കത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് സിദ്ധരാമയ്യ സർക്കാർ. 2022 ഏറെ വിവാദം സൃഷ്ടിച്ച വോട്ടർ സർവേയുമായി ബന്ധപ്പെട്ട കേസ് പൊടി തട്ടിയെടുത്ത് BJPക്ക് കുരുക്കിടാനാണ് കോൺഗ്രസിന്റെ പുതിയ നീക്കം. കഴിഞ്ഞ BJP ഭരണകാലത്ത് വോട്ടർമാരുടെ വ്യക്തിവിവരങ്ങൾ സ്വകാര്യ ഏജൻസി നിയമവിരുദ്ധമായി ശേഖരിച്ചെന്ന കേസിൽ പുനരന്വേഷണം നടത്താനാണ് പുതിയ നീക്കം. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബാംഗ്ലൂരു മുനിസിപ്പൽ കോർപ്പറേഷനു കീഴിൽ വോട്ടർ ബോധവൽക്കരണ പരിപാടികൾ നടത്തുന്നതിനായി ചീലുമായി എഡ്യൂക്കേഷണൽ കൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ട്രസ്റ്റ് എന്ന ഏജൻസിയെ ചുമതലപ്പെടുത്തിയിരുന്നു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്വിപ്പ് പദ്ധതിയുടെ ഭാഗമായാണ് ഇവർക്ക് അനുമതി നൽകിയത്. എന്നാൽ സർക്കാർ ഉദ്യോഗസ്ഥരെന്ന വ്യാജേന വീടുകളിലെത്തിയ ചീലുമായി ട്രസ്റ്റ് പ്രവർത്തകർ വോട്ടർമാരുടെ ആധാർ നമ്പർ, ഫോൺ നമ്പർ, ജാതി, വിദ്യാഭ്യാസ യോഗ്യത, രാഷ്ട്രീയ ചായ്വ് തുടങ്ങിയ അതീവ രഹസ്യമായ വിവരങ്ങൾ ഡിജിറ്റൽ സമീക്ഷ എന്ന സ്വകാര്യ ആപ്പ് വഴി ശേഖരിച്ചുവെന്നാണ് കണ്ടെത്തൽ. ബാംഗ്ലൂരു സൗത്ത്, മഹാദേവപുര തുടങ്ങിയ മണ്ഡലങ്ങളിൽ 10,000-കണക്കിന് വോട്ടർമാരെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാനും പുതിയ വോട്ടർമാരെ തിരികെ കയറ്റാനും ഈ വിവരങ്ങൾ ഉപയോഗിച്ച് അന്ന് പ്രതിപക്ഷമായിരുന്ന കോൺഗ്രസ് ആരോപിച്ചിരുന്നു. ഈ വിവാദം ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടതോടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലീസിനോട് കേസെടുക്കാൻ നിർദ്ദേശിച്ചത്. 2022 നവംബറിൽ ഹൽസുർഗേറ്റ്, ഖടുഗോഡി പോലീസ് സ്റ്റേഷനുകളിലെ 2 FIRകൾ രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതിൽ BBMP ഉദ്യോഗസ്ഥരും ചീലുമായി ട്രസ്റ്റ് ഭാരവാഹികളും ഉൾപ്പെടെ പലരും അറസ്റ്റിലാവുകയും ചെയ്തു. എന്നാൽ 2022 ഡിസംബർ 22 കർണാടക ഹൈക്കോടതി ഈ കേസുകളിലെ തുടർ നടപടികൾ സ്റ്റേ ചെയ്തു. കേസിൽ പ്രതികളായ ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാരും ചീലുമായി ട്രസ്റ്റ് ഭാരവാഹികളും നൽകിയ ഹർജിയെ തുടർന്നായിരുന്നു കോടതി ഇടപെടൽ. ഇതോടെ കഴിഞ്ഞ 2 വർഷമായി കേസ് അനിശ്ചിതത്വത്തിലായിരുന്നു. കേസിലെ നിയമ തടസ്സങ്ങൾ നീക്കി അന്വേഷണം പുനരാരംഭിക്കാണ് സിദ്ധരാമയ്യ സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനായി മുൻ അഡ്വക്കേറ്റ് ജനറൽ പ്രൊഫസർ രവിവർമ്മ കുമാറിനെ സ്പെഷ്യൽ കൗൺസിലായി സർക്കാർ നിയമിച്ചു. ഹൈക്കോടതിയിലെ സ്റ്റേ നീക്കം ചെയ്യുന്നതിനായി സർക്കാർ ശക്തമായ എതിർ സത്യവാങ്മൂലം സമർപ്പിക്കും. വോട്ടർമാരുടെ സ്വകാര്യത ലംഘിച്ചതും ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കാൻ ശ്രമിച്ചതും അതീവ ഗൗരവകരമായ കാര്യമാണെന്ന് സർക്കാർ കോടതിയിൽ വാദിക്കും. ഫെബ്രുവരി 4 കേസ് പരിഗണിച്ച കോടതി സർക്കാരിന് സത്യവാങ്മൂലം സമർപ്പിക്കാൻ 2 ആഴ്ചത്തെ സമയം അനുവദിച്ചിട്ടുണ്ട്. ചീലുമായി ട്രസ്റ്റിന് BJP നേതാക്കളുമായി അടുത്ത ബന്ധമുണ്ടെന്നും അന്നത്തെ മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മയുടെ ഓഫീസിന് ഇതിൽ പങ്കുണ്ടെന്നുമാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾക്കും പിന്നാലെ ഈ കേസ് വീണ്ടും ചർച്ചയാകുന്നത് BJPയെ പ്രതിരോധത്തിലാക്കും. വോട്ടർ പട്ടികയിൽ നിന്ന് ലക്ഷക്കണക്കിന് പേരെ ഒഴിവാക്കാൻ ശ്രമം നടന്നുവെന്ന CID റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ പുറത്തു വന്നതോടെ കർണാടക രാഷ്ട്രീയത്തിൽ വരും ദിവസങ്ങളിൽ വലിയ തർക്കങ്ങൾക്കും കേസ് കാരണമാകും. സ്വകാര്യ വിവരങ്ങൾ വിദേശ സർവറുകളിലേക്ക് കടത്തിയോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പുതിയ അന്വേഷണത്തിൽ വ്യക്തമാക്കേണ്ടതുണ്ട്. ജനാധിപത്യത്തിന്റെ കാവലാവേണ്ട തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെ അട്ടിമറിക്കാൻ നടന്ന ഈ നീക്കത്തിന്റെ യഥാർത്ഥ ഗുണഭോക്താക്കൾ ആരാണെന്ന് കണ്ടെത്തുകയാണ് സിദ്ധരാമയ്യ സർക്കാരിന്റെ ലക്ഷ്യം. നേരത്തെ രാഹുൽ ഗാന്ധി ഉയർത്തിയ മഹാദേവപുര അലന്ത് വോട്ടുകൊള്ള ആരോപണങ്ങളുടെ അലയൊലികൾ ഇനിയും അടങ്ങിയിട്ടില്ല. അലന്തിലെ വോട്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മുൻ MLA കൂടിയായ BJP നേതാവിനെയും മകനെയും അറസ്റ്റ് ചെയ്തിരുന്നു. സംഭവത്തിൽ SIT അന്വേഷണം പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടെയാണ് വോട്ട് കൊള്ളയുമായി ബന്ധപ്പെട്ട് കൂടുതൽ കടുത്ത നടപടികളിലേക്ക് കടക്കാൻ സിദ്ധരാമയ്യ സർക്കാരും കോൺഗ്രസ് ഭരണകൂടവും തീരുമാനിച്ചിരിക്കുന്നത്.